ഏത് വിദ്യയും നമ്മൾ പഠിക്കുമ്പോൾ there are some rules and regulations to follow. ഇത് വളരെ കടുപ്പപ്പെട്ട ചില നിയമങ്ങളിലേക്ക് ഇതിനെ കൊണ്ടുപോയത് ചില അഭിനവ ഗുരുക്കന്മാർ. ഭക്ഷണക്രമത്തിൽ ചില പ്രത്യേക കാര്യങ്ങൾ നമ്മൾ പാലിച്ചാൽ മാത്രമേ നമ്മളിൽ ആത്മീയത ഉണരൂ എന്നാണ് ചില വ്യാഖ്യാനങ്ങൾ. ഏറ്റവും വലിയ ആത്മീയവാദി, ഏറ്റവും വലിയ ആത്മീയ ഗുരു അഡോൾഫ് ഹിറ്റ്ലർ ആയിരിക്കും. ആ ശുദ്ധബോധത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാനുള്ള മാർഗമാണ് ശരീരം. എക്സൈറ്റ്മെന്റ്, സന്തോഷം വരുമല്ലോ. ഇറ്റ് ഈസ് ഡ്യൂറിങ് സെക്സ്. ശരയോഗ ചാവാക്കലൈ എന്ന് പറയുന്ന തലത്തിലേക്ക് ഉയരും. ദിസ് വിൽ ബിക്കം ആൻ ഇമ്മോർട്ടൽ ടെക്നിക്. ഇപ്പൊ നമ്മുടെ വീട്ടിലും ചുറ്റുവട്ടത്തും ഒക്കെ ഉള്ളല്ലോ, ഭയങ്കരമായിട്ട് എന്ത് കാര്യത്തിന് അത് ശപിക്കാൻ പറ്റത്തില്ലെങ്കിലും ദേഷ്യപ്പെടുന്നതാണ്. അവർക്കൊക്കെ ലോങ് ലൈഫ് ഉണ്ടാവുന്നുണ്ടല്ലോ. എല്ലാവർക്കും നമസ്കാരം. അമേസിംഗ് ക്രേയിലെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഷിബന ഷഹീദ്, റിലേഷൻഷിപ്പ് കോച്ച്, സ്പിരിച്വൽ ഹീലർ. ഇന്ന് നമ്മളോടൊപ്പം ശരനൂൽ ശാസ്ത്രത്തെ അടിസ്ഥാനമാക്കി സയൻസ് ഓഫ് ബ്രത്തിൻ്റെ ഫൗണ്ടറായ രാഹുൽ കാർത്തിക് സാറാണ് കൂടെയുള്ളത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സാറിൻ്റെ സ്റ്റുഡൻസ് നമ്മുടെ ഫ്ലോറിൽ, ആരോൺ, ലാവൻഡർ ഉൾപ്പെടെ ഒരുപാട് സ്റ്റുഡൻസ് നമ്മുടെ ഫ്ലോറിൽ വരികയുണ്ടായി. സോ ഇന്ന് നമുക്ക് അവരുടെയൊക്കെ ഗുരുവായ രാഹുൽ കാർത്തിക് സാറിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ. നമസ്കാരം. നമസ്കാരം സാറേ. ശരനൂൽ ശാസ്ത്രം ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഞാൻ പഠിച്ച കാര്യമാണ്. അന്ന് നമുക്ക് പറഞ്ഞത് കുറേ ക്രൈറ്റീരിയാസ് അവർ പറയുന്നുണ്ടായിരുന്നു. വെജിറ്റേറിയൻ ആവണം, പിന്നെ ഒരു കലണ്ടർ പോലെ ഒക്കെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ. ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള കുറേ പ്രോസസ്സായിരുന്നു അന്ന് പറഞ്ഞത്. അപ്പം സാറിൻ്റെ ക്ലാസ്സസ് ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്, പിന്നെ അതൊരു ലെങ്തി പ്രോസസ്സാണ്. അപ്പം അത് സാർ എങ്ങനെയാണ് മറ്റുള്ള ടീച്ചേഴ്സിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇതിനെ കൊണ്ടുപോകുന്നത്? ചിലപ്പോൾ ഇതൊരു ക്ലീശ ചോദ്യമായിരിക്കാം, പക്ഷേ ഇത് എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അല്ല, അതിനകത്ത് നമ്മുടെ പൊതുവിലിപ്പോൾ സ്പിരിച്വൽ ക്ലാസ്സുകളുടെ മേഖലയിൽ സ്പിരിച്വാലിറ്റിയിലേക്ക് കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും കൂടുതൽ യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്ന, യൂട്യൂബിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവം കൂടിയാണ് ശരനൂൽ ശാസ്ത്രം. എല്ലാവരും ശരനൂൽ ശാസ്ത്രം പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ശരനൂൽ ശാസ്ത്രം ഒരുപാട് പേര് പഠിപ്പിക്കാനും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ പഠിക്കാനും പഠിപ്പിക്കാനും ശ്രമം നടത്തുന്നവർ പലരും മറന്നുപോകുന്ന ഒരു വസ്തുത, ശരനൂൽ ശാസ്ത്രം ഡയറക്റ്റ്ലി പഠിക്കാൻ സാധ്യമല്ല. ശരനൂൽ ശാസ്ത്രം എന്ന് പറയുന്നത്, ശരയോഗ എന്ന് പറയുന്ന വളരെ വിശാലമായിട്ടുള്ള ഒരു യോഗവിദ്യയുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. ശരയോഗ എന്ന് പറയുന്നത് എല്ലാ യോഗവിദ്യകളുടെയും ധ്യാനവിദ്യകളുടെയും മാതാവാണെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. 64 കലകളിൽ ഒന്നാണ് ശരയോഗ എന്ന് പറയുന്നത്. മഹാദേവനിൽ നിന്ന് ഉരുത്തിരിഞ്ഞതായിട്ട് ശിവപുരാണം പറയുന്നുണ്ട്. അപ്പോൾ ഈ ശരനൂൽ ശാസ്ത്രം എന്ന് പറയുന്നത് ശരയോഗയുടെ അടിസ്ഥാന തത്വങ്ങൾ ഒരു വ്യക്തി മനസ്സിലാക്കിയതിന് ശേഷം അതെങ്ങനെ ഡേ ടു ഡേ ലൈഫിൽ, അവൻ്റെ ദൈനംദിന ജീവിതത്തിൽ ഇതിനെ എങ്ങനെ അപ്ലൈ ചെയ്യാം, ഇതിൻ്റെ പ്രായോഗിക തലം എന്താണ് എന്ന് മനസ്സിലാക്കുന്നതാണ് എന്ന് വിവരിക്കുന്ന അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ സൈഡാണ് ശരനൂൽ ശാസ്ത്രം. ശരയോഗയുടെ തത്വം മനസ്സിലാക്കാതെ ഒരു വ്യക്തിക്ക് ശരനൂൽ ശാസ്ത്രത്തിൻ്റെ ടെക്നിക്ക് പഠിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. നമുക്ക് ആൽഫബറ്റ്സ് പഠിക്കാതെ നമുക്കൊരു വേർഡ് എഴുതാൻ സാധിക്കില്ല. ആൽഫബറ്റ് പഠിക്കാതെ നമുക്കൊരു സെൻറ്റൻസ് എഴുതാൻ സാധിക്കില്ല, ഒരു പാരഗ്രാഫ് എഴുതാൻ സാധിക്കില്ല. അപ്പോൾ ശരയോഗയുടെ തത്വം പഠിക്കാതെ ശരനൂൽ ശാസ്ത്രത്തിലേക്ക് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്നത് പോലെ ആൽഫബറ്റ് പഠിക്കാതെ നമ്മളൊരു പാരഗ്രാഫ് എഴുതാൻ ശ്രമിക്കുന്നത് പോലെയായിരിക്കും. അവിടെ പരാജയപ്പെട്ടു പോകും. അപ്പോൾ ശരയോഗ എന്താണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അങ്ങ് ചോദിച്ച ഈ പറയുന്ന ഈ യോഗവിദ്യ അഭ്യസിക്കുന്നയാൾ പിന്തുടരേണ്ട യമനിയമ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കറിയാം, ഏത് വിദ്യയും നമ്മൾ പഠിക്കുമ്പോൾ there are some rules and regulations to follow. ചില നിയമങ്ങൾ നമ്മൾ അനുസരിക്കേണ്ടതുണ്ട്. ശരയോഗയെ സംബന്ധിച്ചിടത്തോളം ശരയോഗയിലും ശരയോഗ അഭ്യസിക്കുന്ന വ്യക്തി പിന്തുടരേണ്ട ചില യമനിയമാസ്, ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. പക്ഷെ അങ്ങ് പറഞ്ഞതുപോലെ ശരയോഗയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആർ വെരി ഫ്ലെക്സിബിൾ. ഒരു സാധാരണക്കാരന് ഏത് മതത്തിലോ ഏത് ജാതിയിലോ ഏത് വർണ്ണത്തിലോ പെട്ട ഒരാൾക്ക്, ഏത് ലിംഗത്തിലുള്ള ഒരാൾക്കും വളരെ കംഫർട്ടബിളായി തന്നെ ഫോളോ ചെയ്യാൻ കഴിയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മാത്രമേ ശരയോഗ സിദ്ധാന്തം മുന്നോട്ട് വയ്ക്കുന്നുള്ളൂ. ഇത് വളരെ കടുപ്പപ്പെട്ട ചില നിയമങ്ങളിലേക്ക് ഇതിനെ കൊണ്ടുപോയത് ചില അഭിനവ ഗുരുക്കന്മാരാണ്. ശരയോഗയുടെ അടിസ്ഥാന സ്വഭാവം എന്ന് പറയുന്നത് ഈ പറയുന്ന
വളരെ ഫ്ലെക്സിബിളായി തന്നെ നമുക്കതിനെ നമ്മളുടെ ശ്വാസത്തെ അടിസ്ഥാനമാക്കിയുള്ളൊരു പ്രാക്ടീസാണ്. ശ്വാസത്തിൻ്റെ സഞ്ചാരഗതിയെ അറിയുക, അതിനെ നിയന്ത്രിക്കുക. ഇതാണ് ശരയോഗയുടെ അടിസ്ഥാന തത്വം. ഈ അടിസ്ഥാന തത്വത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന സമയത്ത് ഇവിടെ പറയാറുണ്ട്, അങ്ങ് പറഞ്ഞതുപോലെ തന്നെ, ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണ്, ഭക്ഷണക്രമത്തിൽ ചില പ്രത്യേക കാര്യങ്ങൾ നമ്മൾ പാലിച്ചാൽ മാത്രമേ നമ്മളുടെ ആത്മീയത ഉണരൂ എന്നാണ് ചില വ്യാഖ്യാനങ്ങൾ, ചിലരുടെ വ്യാഖ്യാനങ്ങൾ. അതെ, അതായത് സസ്യാഹാരം മാത്രം കഴിക്കുക എങ്കിൽ നിങ്ങൾ സ്പിരിച്വലായി. മാംസാഹാരം കഴിക്കുന്ന ആൻറ്റി സ്പിരിച്വലാണ്, അവൻ ആത്മീയതയ്ക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവരുടെ കാഴ്ചപ്പാടിൽ ഏറ്റവും വലിയ ആത്മീയവാദി, ഏറ്റവും വലിയ ആത്മീയ ഗുരു അഡോൾഫ് ഹിറ്റ്ലർ ആയിരിക്കും. കാരണം അഡോൾഫ് ഹിറ്റ്ലർ സസ്യാഹാരിയായിരുന്നു. സ്വാമി വിവേകാനന്ദൻ വാസ് നോട്ട് എ സ്ട്രിക്റ്റ് വെജിറ്റേറിയൻ. അപ്പോൾ സ്വാമി വിവേകാനന്ദനിൽ അവർ പറയും യാതൊരു ആത്മീയതയും ഇല്ല എന്ന് പറയും. അപ്പോൾ ഒരുവൻ കഴിക്കുന്ന ഭക്ഷണമോ ഒരുവൻ പ്രകടമാക്കുന്ന സ്വഭാവ സവിശേഷതകളോ അവൻ്റെ സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങളുടെ പ്രതിഫലനമാണ്. ഒരു വ്യക്തിയുടെ സ്ഥൂലത്തെയോ സൂക്ഷ്മത്തെയോ കണ്ടുകൊണ്ട്, അതായത് അവൻ്റെ ശരീരത്തിനെയോ മനസ്സിനെയോ അസസ് ചെയ്തുകൊണ്ട് വി കാൺട്ട് സ്കെയിൽ ഹിസ് സ്പിരിച്വാലിറ്റി, അവൻ്റെ ആത്മീയതയ്ക്ക് നമുക്ക് മാർക്കിടാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ അവധൂതന്മാരെങ്ങനെ ഉണ്ടായി? അവധൂതന്മാരുടെ ഭക്ഷണക്രമം എങ്ങനെയായിരിക്കും? അവധൂതന്മാരുടെ സ്വഭാവ രീതി എങ്ങനെയായിരിക്കും? നിങ്ങൾ ഈ പറയുന്ന രീതിയിലാണോ? ആത്മീയതയുടെ ആ പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വേലിക്കെട്ടി നിൽക്കുന്നവരാണോ അവധൂത ഗുരുക്കന്മാർ? അല്ല. നമുക്ക് ഈ പറയുന്ന ആത്മീയതയുടെ അളവുകോലെന്ന് പറയുന്നത് സ്ഥൂലത്തിനും സൂക്ഷ്മത്തിനും അതീതമായിട്ട് കാരണബോധത്തിൽ ആ വ്യക്തി പ്രകടിപ്പിക്കുന്ന ഗുണം, ശുദ്ധബോധത്തിൽ നിന്നുകൊണ്ട് ആ വ്യക്തിയിൽ പ്രകടിപ്പിക്കുന്ന തലങ്ങളാണ് ശരിയായ ആത്മീയത എന്നാണ് ശരയോഗ പറയുന്നത്. ആ ശുദ്ധബോധത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാനുള്ള മാർഗ്ഗമാണ് ശരയോഗ. ആ ശുദ്ധബോധത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ ആ ശുദ്ധബോധം നിങ്ങളുടെ സ്ഥൂലത്തിലും സൂക്ഷ്മത്തിലും പരിവർത്തനം സ്വാഭാവികമായി വരുത്തും. അല്ലാതെ ഇപ്പോൾ സയൻസ് ഓഫ് ബ്രീത്ത് പഠിക്കുന്നതിന്, നമ്മളുടെ ശരയോഗ പ്രാക്ടീസ് ചെയ്യുന്നതിന് രാഹുൽ കാർത്തിക്കിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട. നിങ്ങളുടെ തന്നെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, നിങ്ങളുടെ കാരണബോധം, നിങ്ങളുടെ ശുദ്ധബോധം നിങ്ങളിൽ സ്വാഭാവികമായി ഉളവാക്കും. അതിന് നമുക്ക് ശരയോഗയുടെ തത്വങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതാണ് അതിൻ്റെ ഉത്തരം. ഇപ്പോൾ ഇവിടെ ഈ പറയുന്നത് പോലെ വെജിറ്റേറിയൻ ആയാലേ ഇതാകാൻ സാധിക്കൂ എന്ന് പറയുമ്പോൾ വളരെ തമാശയാണ്. ഓക്കെ, അപ്പം സാറെ വ്യക്തമായി. ഇപ്പം ഒരു എനർജി പ്രാക്ടീഷണർ, ഞാൻ റേക്കി ആണ് കൂടുതലും എടുത്ത് ചെയ്യുന്നത്. റേക്കി മാത്രമല്ല, പല എനർജീസും. അപ്പം ഇതിൽ നിന്ന് നമുക്ക് നമ്മൾ കുറേ മെഡിറ്റേഷൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ആ മെഡിറ്റേഷനും നമ്മൾ ഈ ശരനൂൽ ശാസ്ത്രവുമായിട്ട് എന്താണ് കണക്ഷൻ? എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? തീർച്ചയായും. ഇപ്പോൾ റേക്കി ആയാലും ആക്സസ് ബാർ ആയാലും മെഡിറ്റേഷൻ എന്നുള്ളതിനേക്കാൾ ഉപരി ദേ ആർ ഹീലിംഗ് മൊഡാലിറ്റീസ്, റൈറ്റ്? അതെല്ലാം ഹീലിംഗ് മൊഡാലിറ്റീസും കൂടെയാണ്. മെഡിറ്റേഷനേക്കാളും കൂടുതൽ അത്തരം തലങ്ങളിലേക്ക് അത് ആഴത്തി പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് എന്താണ് ഹീലിംഗിൽ സംഭവിക്കുന്നത്? അത് ശ്വാസത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു? അവിടെയാണ് ശരയോഗയുടെ പ്രസക്തി. ശരയോഗയുടെ വിധാനം അനുസരിച്ച് ഒരു മനുഷ്യനിൽ അവൻ്റെ പ്രാണൻ്റെ സഞ്ചാരം, അവൻ്റെ ശ്വാസത്തിൻ്റെ സഞ്ചാരഗതി 16 തലത്തിൽ നടക്കും. അതാണ് 16 കലകൾ. 16 തലത്തിലാണ് ഈ പറയുന്ന പാറ്റേൺ ഓഫ് ബ്രീത്ത് വർക്ക്സ്. ശ്വാസത്തിൻ്റെ ഗതി സംഭവിക്കുന്നത് 16 കലകളിലാണ്. ഈ 16 കലകളിൽ ഓരോന്നിനും 4 ഡയമെൻഷനുണ്ട്. ഈ 16 കലകൾക്കും ഓരോന്നിനും 4 ഡയമെൻഷനുണ്ട്. അതിൽ ഒരു ഡയമെൻഷനാണ് ഹീലിംഗ്, അതിലൊരു ഡയമെൻഷനാണ് സൗഖ്യം. ഒരു ഡയമെൻഷൻ. അതിന് വ്യത്യസ്തമായ ഓരോ 16 കലയിലും 4 ഡയമെൻഷൻ വീതം. അപ്പോൾ 16 × 4 ഇറ്റ് വിൽ ബിക്കം 64. 64 കല, 64 വിദ്യ. അപ്പോൾ ഇത് ഓരോ മനുഷ്യരിലും ഈ അടിസ്ഥാന പ്രാണഗതി 16 കലകളിൽ ഏതെങ്കിലും ഒരു കലയിൽ നടക്കുന്നുണ്ട്. ശരയോഗ നമ്മൾ പഠിക്കുമ്പോൾ ഞാനീ പറയുന്ന ശരനൂൽ ശാസ്ത്രം ബുക്ക് നോക്കി പഠിക്കുക, അല്ലെങ്കിൽ ശരനൂൽ ശാസ്ത്രം ഡയറക്റ്റ്ലി പഠിക്കുക, ഇടതുവശം ചരിഞ്ഞ് കിടക്കുക, വലതുവശം ചരിഞ്ഞ് കിടക്കുക, വലത് കാലം കൊണ്ട് തറയിൽ ആഞ്ഞു ചവിട്ടി ഗതി മാറ്റുക, ഇങ്ങനെയുള്ള കസർത്തിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞത് ശരയോഗയുടെ അടിസ്ഥാന തത്വത്തെ മനസ്സിലാക്കിയാൽ ശരയോഗയിലെ ഗുരുപരമ്പരകൾക്ക് ഈ 16 കലകളിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള വിധാനം, എൻ്റെ ഗുരുപരമ്പരയ്ക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള വിധാനം, ആ വിധാനത്തിൽ 16 കലകളിലൊന്നാണ്. ആ വിധാനത്തിൽ 4 ഡയമെൻഷനുണ്ട്. 4 ഡയമെൻഷനുണ്ട്. ഈ 4 ഡയമെൻഷനും നമ്മുടെ ബ്രീത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ,
ഇതിനകത്തേക്ക് വരുമ്പോൾ തന്നെ പിരമിഡിക്കൽ പാറ്റേണിലേക്ക് ബ്രീത്തിനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ, നമുക്ക് അതിലേക്ക് കണക്ട് ചെയ്യാൻ സാധിച്ചാൽ നമ്മുടെ ഉള്ളിൽ ഈ പറയുന്ന മാസ്കുലിൻ എനർജി അത് ശരിയായി പ്രവർത്തിക്കാൻ തുടങ്ങും. ബിക്കോസ് ദിസ് ട്രയാങ്കിൾ റിസംബിൾസ് ശിവ, ഈസ് കണക്റ്റഡ് ടു ശൈവ. ഇനി ഇതേ ട്രയാങ്കിൾ തന്നെ അതിൻ്റെ പാറ്റേൺ ഓപ്പോസിറ്റിലേക്ക് പോകുമ്പോൾ, ഇൻവെർട്ടഡ് ട്രയാങ്കിളിലേക്ക് പോകുമ്പോൾ ഇറ്റ് വിൽ ബിക്കം ശക്തി, ഫെമിനിൻ എനർജി, യോനി, ലിംഗ ആൻഡ് യോനി, 2 ഡിഫറെൻറ്റ് ഡയമെൻഷൻസ്. ഈ ട്രയാങ്കിളും ഈ പറയുന്ന ഇൻവെർട്ടഡ് ട്രയാങ്കിളും വെൻ ഇറ്റ് മെർജസ്, വെൻ ഇറ്റ് കംസ് ടുഗദർ, വി വിൽ ഗെറ്റ് എ പ്രോഡക്റ്റ്. നമുക്കവിടെ ഒരു പുതിയൊരു എനർജി, പുതിയൊരു ശക്തി അവിടെ ഉളവാകും. ദാറ്റ് ഈസ് മുരുകോർജം. അതാണ് ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഈ പറയുന്ന ഷൺമുഖ ധ്യാനത്തിലൂടെ, ശരയോഗയിലെ ഷൺമുഖ ധ്യാനത്തിലൂടെ ഉണർത്താൻ കഴിയുന്ന, ഷഡ്ഭുജ ധ്യാനത്തിലൂടെ ഉണർത്താൻ കഴിയുന്ന, ഉയർത്താൻ കഴിയുന്ന ഈ ശിവശാക്തേയ ഊർജങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ട് ഉണർത്തുന്ന ആ ശക്തിയാണ് ഉള്ളിൽ പ്രാണനിൽ ശുദ്ധബോധത്തിൽ പ്രവർത്തിക്കുന്ന മുരുകോർജത്തെ അവിടെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ഇത് കഴിഞ്ഞാൽ ഇതിൽ തന്നെ ഡയമണ്ട് ബ്രീത്തിങ് ഉണ്ട്, വജ്രശരം പ്രവർത്തിക്കുന്ന സമയത്ത് വജ്രശരം അതിൻ്റെ കേന്ദ്രമായി പ്രവർത്തിക്കുന്നത്, വജ്രശരത്തിൽ കേന്ദ്രമായി പ്രവർത്തിക്കുന്നത് അനാഹതയാണ്, അനാഹത ചക്രയാണ്. അതേസമയം ഈ പറയുന്ന ആദ്യം പറഞ്ഞ പിരമിഡിക്കൽ പാറ്റേൺ, മേരു ധ്യാനം, മേരുവിലേക്ക് നമ്മൾ പോകുമ്പോൾ അതിന് നമ്മൾ ഈ പറയുന്ന മാസ്കുലിൻ ഉണർത്തുന്ന സമയത്ത് അവിടെ മൂർധാവ് സഹസ്രാരയായി പ്രവർത്തിക്കും. അതാണ് കേന്ദ്രം, ശിവബോധം. അത് ഇൻവെർട്ടഡ് ട്രയാങ്കിളിലേക്ക് പോകുമ്പോൾ സഹസ്ര വിൽ ബിക്കം മൂലാധാര. അപ്പോൾ സഹസ്രയും മൂലാധാരയും തമ്മിൽ വ്യത്യാസമില്ല, ഇത് മനസ്സിലാക്കണം, വ്യത്യാസമില്ല. ഈ ഊർജ്ജങ്ങൾ സമന്വയിച്ച് കഴിയുമ്പം അത് ഷൺമുഖമായി. ഈ ഊർജ്ജ കേന്ദ്രങ്ങളെ ഈ പറയുന്ന ഡയമണ്ട് പാറ്റേണിലേക്ക്, വജ്രശരത്തിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ദ എനർജി സെൻറ്റർ വിൽ ബിക്കം അനാഹത ചക്ര. ആൻഡ് ദിസ് അനാഹത ചക്ര ഈസ് റെസ്പോൺസിബിൾ ഫോർ സൗഖ്യം. ദാറ്റ്സ് വൈ അനാഹത ചക്ര ഈസ് കാൾഡ് as ഹീലിംഗ് ചക്ര. അപ്പോൾ നമ്മളിൽ ശരിക്കും ഈ പറയുന്ന അനാഹത ചക്രത്തിൽ നിന്നും ഹീലിംഗ് എനർജി ഔട്ട് ചെയ്യുന്നു. അവിടെ മെഡിറ്റേഷനിൽ അല്ലെങ്കിൽ ഹീലിംഗ് മൊഡാലിറ്റീസിൽ ഒരു ഹീലർ അറിഞ്ഞോ അറിയാതെയോ ദ ഹീലിംഗ് എനർജി, ദ ബ്രീത്ത് വർക്ക്സ് ഇൻ ഹിസ് അനാഹത ചക്ര. അവിടെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിച്ചാൽ, നിങ്ങളുടെ ഈ പറയുന്ന അനാഹത ചക്രത്തിൽ നിന്നും ഊർജം നിങ്ങൾക്ക് റിഫ്ലക്റ്റ് ചെയ്യാൻ സാധിച്ചാൽ, നിങ്ങൾക്ക് അതിനെ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിച്ചാൽ, യു ക്യാൻ ഹീൽ. ബട്ട് അവിടെ മറ്റൊരു ഘടകം കൂടിയുണ്ട്. നമ്മൾ ഈ പറയുന്ന വജ്രശരത്തിൽ നിന്നുകൊണ്ട്, അതിൻ്റെ വജ്രശരം എന്ന് പറയുമ്പോൾ അതിനൊരു പ്രൊട്ടക്ഷൻ അവിടെ വന്നു. ഈ വജ്രശരത്തിൽ നിന്നുകൊണ്ടല്ല അനാഹത നിങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതെങ്കിൽ യു ക്യാൻ ഹീൽ, ബട്ട് യു വിൽ ഫേസ് പ്രോബ്ലംസ്. നിങ്ങൾക്ക് സ്ഥൂലത്തിലും സൂക്ഷ്മത്തിലും നിങ്ങൾക്ക് എന്ത് ചെയ്യും, പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. കാരണം ഈ പറയുന്ന വജ്രശരം എന്ന് പറയുന്ന 16 കലകളിൽ ഒരു കലയുടെ ഒരു ഡയമെൻഷനിൽ നിന്നുകൊണ്ടല്ല ആ പ്രോസസ്സ് അവിടെ നടത്തിയിരിക്കുന്നത്. ദാറ്റ് ഈസ് ഡിഫറൻസ് ഹീലിംഗ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ശ്വാസത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ഏത് മൊഡാലിറ്റിയും ഏത് ഹീലിംഗും നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. പക്ഷേ നമ്മൾ അതിൻ്റെ ആ മൊഡാലിറ്റി 16 കലകളിൽ ആ ഡയമെൻഷനിൽ നമ്മൾ കണക്ട് ചെയ്തുകൊണ്ട് ചെയ്താൽ മാത്രമേ നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടുകയുള്ളൂ. ആ പ്രൊട്ടക്ഷൻ നിന്നുകൊണ്ട് നമുക്ക് ഹീൽ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. സെൽഫ് ഹീലിംഗ് ഈസ് പോസിബിൾ. ശരിക്കും ശരയോഗയുടെ പ്രാക്ടീസ് സെൽഫ് ഹീലിങ്ങിന് വേണ്ടിയുള്ളതാണ്. മറ്റൊരാളെ ഹീൽ ചെയ്യുക എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഹീൽ യുവർ ലവ്ഡ് വൺസ്. നിങ്ങൾ സ്നേഹിക്കുന്നവരെ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരെ, നിങ്ങളുമായിട്ട് കണക്റ്റഡായി നിൽക്കുന്നവരെ മാത്രം പ്രാണൻ കൊണ്ട് ഹീൽ ചെയ്യുക. അതെന്തുകൊണ്ടാണ്? പ്രാണന് ഒരു പ്രത്യേകതയുണ്ട്. പ്രാണൻ്റെ അപജയം, പ്രാണൻ്റെ പ്രാണശോഷണം സംഭവിക്കും. അങ്കുല അളവാണത്, അങ്കുല അളവ്. ഞാനിപ്പോൾ പറയുകയാണ്, കുറച്ച് ലൈറ്റർ ആയിട്ടൊന്ന് പറയാമോ? ഇങ്ങനെ വലിയ അത് വലിയ ടേംസ് ശരയോഗയുടെ വിധാനത്തിലുള്ളതാണ്. അതായത് പ്രാണന് നഷ്ടം സംഭവിക്കും. ശോഷണം എന്ന് പറഞ്ഞാലും അതിൻ്റെ ശോഷിക്കുക, അത് ചെറുതാകാൻ തുടങ്ങും. അത് ആ പ്രാണന്റെ ദീപ്തമായ ശക്തിക്ക് കുറവുണ്ടാവും. ആ കുറവുണ്ടായി കഴിഞ്ഞാൽ അതിനെയാണ് പ്രാണന്റെ അങ്കുല അളവിൽ ഉണ്ടാകുന്ന വ്യതിയാനം എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ വിശ്രമിക്കുകയാണ്. അവസ്ഥകൾ പറയുമ്പോൾ സാധാരണ നമ്മൾ പറയാറുണ്ട് 5 അവസ്ഥകളാണ് നമ്മളിലുള്ളത്: ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി, അത് കഴിഞ്ഞാൽ തുരിയം, അത് കഴിഞ്ഞാൽ തുരിയാതീതം. ഇങ്ങനെ 5 അവസ്ഥകൾ നമ്മളിലുണ്ട്. ഇതിനെ മനഃശാസ്ത്രം വിശദീകരിച്ചിരിക്കുന്നത്, സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞിരിക്കുന്നത് കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ്,
ഡീപ്പർ കോൺഷ്യസ്നസ് ആൻഡ് കോസ്മിക് കോൺഷ്യസ്നസ്. ഇങ്ങനെ 5 തലങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഇതിനകത്ത് നമ്മൾ അൺകോൺഷ്യസ് എന്ന് പറഞ്ഞില്ലേ, ദാറ്റ് ഈസ് സുഷുപ്തി, പ്രാണന്റെ വിശ്രമാവസ്ഥ, അഗാധമായ നിദ്ര. ആ സമയത്ത് ഈ പറയുന്ന സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങൾ വിശ്രമിക്കുകയും കാരണം അതിൻ്റെ കേന്ദ്രത്തിൽ അത് നിലകൊള്ളുകയും ചെയ്യും. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് സംഭവിക്കുന്നതാണ് ഏറ്റവും സുരക്ഷിതമായ, ഏറ്റവും സ്വാഭാവികമായ ശരഗതി അല്ലെങ്കിൽ ശരത്തിൻ്റെ അളവ്, ശര അളവ്. അത് 3 അങ്കുലമാണ്. പക്ഷേ നമ്മൾ ഉണർന്നു, നമ്മൾ ശാരീരികമായ പ്രവർത്തനങ്ങളിലേക്ക് പോയി. ഞാനിപ്പോൾ സംസാരിക്കുകയാണ്, ഇവിടെ ഒരു എഫേർട്ടില്ലേ, ഇവിടെ ഒരു എഫേർട്ടുണ്ട്. ഈ എഫേർട്ട് ഇടുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഈ എഫേർട്ട് കംസ് ഫ്രം മൈ ഫിസിക്കൽ ബോഡി, പിന്നെ എൻ്റെ വാചകങ്ങൾ വരുന്നത് ഫ്രം മൈ സൂക്ഷ്മ അല്ലേ എന്ന് ഞാൻ പറയുകയാണ്. അപ്പോൾ എൻ്റെ സ്ഥൂലത്തിനും സൂക്ഷ്മത്തിനും ഇവിടെ ഒരു എഫേർട്ട് സംഭവിക്കുന്നുണ്ട്. ഈ സ്ഥൂലത്തിനും സൂക്ഷ്മത്തിനും സംഭവിക്കുന്ന എഫേർട്ട് കാരണം ഇപ്പോൾ എൻ്റെ അങ്കുല അളവ് 3 അങ്കുലം അല്ല, 6 അങ്കുലം എൻ്റെ പ്രാണൻ ബാഹ്യഗതി പ്രാപിക്കുന്നുണ്ട്. പ്രാണൻ അത്രയും നഷ്ടം വരുന്നുണ്ട്, പ്രാണശോഷണം സംഭവിക്കുന്നുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ഇനി അത് കഴിഞ്ഞാൽ നമ്മളിനി ഓടുന്നു, അല്ലെങ്കിൽ നമ്മൾ മറ്റെന്തെങ്കിലും ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു കാര്യം ചെയ്യുകയാണ്. ആ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇത് തന്നെ സംഭവിക്കും. അങ്കുല അളവ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്ന ഈ പ്രാണൻ്റെ ബാഹ്യഗതി എത്ര അങ്കുലം സംഭവിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചാണ് നമുക്ക് പ്രാണശോഷണം സംഭവിക്കുകയും ഈ പറയുന്ന നമ്മളിലേക്ക് എറ്റേണിറ്റി എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ പറയുന്ന ചാവാക്കലൈ എന്ന് പറയുന്ന ശരയോഗയുടെ കൺസെപ്റ്റിന് വിപരീതമായിട്ട് മരണം സംഭവിക്കുകയും ചെയ്യും. മനസ്സിലാവുന്നുണ്ട്? ക്രമേണ സംഭവിക്കുകയും ചെയ്യുന്നത്. ഇത് ശാരീരിക തലത്തിൽ മാത്രമല്ല, മാനസിക തലത്തിൽ. നമ്മൾ ഫിസിക്കലി ഒരു ആക്ടിവിറ്റിയും ചെയ്യുന്നില്ല, നമ്മളിപ്പോൾ വെറുതെ ഇരിക്കുക. പക്ഷേ ഈ സമയം നമ്മളെ ഒരാൾ ഫോണിൽ വിളിച്ച് ഭയപ്പെടുത്തിയാലോ, ശ്വാസഗതിയിൽ വ്യത്യാസം ഉണ്ടാവും, പ്രാണന്റെ ബാഹ്യഗതിയിൽ വ്യത്യാസം ഉണ്ടാവും. നമുക്ക് വളരെ ദുഃഖകരമായൊരു വാർത്ത നമ്മൾ അറിഞ്ഞാലോ, നമ്മൾ വെറുതെ വിശ്രമിച്ചിരിക്കുമ്പോൾ പോലും നമ്മൾ പെട്ടെന്ന് ദുഃഖിതരാകും അല്ലേ, ഡിപ്രഷൻ സംഭവിക്കും. ആ സമയത്തും പ്രാണന് അപജയം സംഭവിക്കും, ശോഷണം സംഭവിക്കും. പ്രാണന് ഏറ്റവും അധികം ശോഷണം സംഭവിക്കുന്ന എപ്പോഴാണെന്നറിയാമോ? പ്രാണന്റെ ഗതി ഏറ്റവും കൂടുതൽ പുറത്തേക്ക് പോകുന്ന 36 അങ്കുലം പുറത്തേക്ക് പോകുന്ന അവസ്ഥ ഏതാണെന്നറിയാമോ? എക്സൈറ്റ്മെന്റ്, സന്തോഷം വരുമ്പോഴോ? നോ, ഇറ്റ് ഈസ് ഡ്യൂറിങ് സെക്സ്. ഓക്കേ. അത് ഈ പറയുന്ന രതി എന്ന് പറയുന്ന അവസ്ഥയിൽ, അതിനകത്ത് ഈ പറയുന്ന രതി മൂർച്ഛ എന്ന് പറയുന്ന അവസ്ഥയിലാണ് പ്രാണൻ്റെ, ഒരു സാധാരണ മനുഷ്യനിൽ ഏറ്റവും അധികം പ്രാണന് ശോഷണം സംഭവിക്കുന്നത്. പക്ഷേ ആ പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോഴും 36 അങ്കുലം പ്രാണൻ ഒരു വ്യക്തിക്ക് നഷ്ടപ്പെടുന്ന ആ ഒരു അവസ്ഥയിൽ പോലും 3 അങ്കുലം പ്രാണനിൽ നിർത്തിക്കൊണ്ട് ആ പ്രവൃത്തിയിൽ ഒരാൾക്ക് ആ പ്രവൃത്തി പൂർത്തിയാക്കാൻ സാധിച്ചാൽ ഹീസ് ബ്രഹ്മചാരി. കാരണം അവൻ്റെ പ്രാണന് യാതൊരു അപജയവും സംഭവിക്കാതെ ആ പ്രവൃത്തിയെ അവന് അവിടെ പൂർത്തിയാക്കാൻ പറ്റുക. അപ്പോൾ പിന്നെ അതിൻ്റെ താഴേക്കുള്ള കാര്യങ്ങളിൽ ഒന്നിലും പ്രാണന് ശോഷണം സംഭവിക്കുന്നില്ല. ഇനി മാനസിക തലത്തിൽ ഇപ്പോൾ ഇത് പഠിക്കുന്ന ശരയോഗ പഠിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ കോപിക്കാൻ പാടില്ല, നമ്മൾ ദുഃഖിക്കാൻ പാടില്ല എന്നൊന്നുമില്ല. കോപിക്കാം, ദുഃഖിക്കാം. പക്ഷെ സാധാരണ ഒരു മനുഷ്യൻ കോപിക്കുമ്പോഴോ ദുഃഖിക്കുമ്പോഴോ അവൻ്റെ പ്രാണൻ നിശ്ചിത അങ്കുലം പുറത്തേക്ക് പോകുമ്പോൾ ഈ ശരബോധത്തിലെത്തിയവൻ്റെ ആ കോപം എന്ന് പറയുന്നത് ഒരിക്കലും അവൻ്റെ പ്രാണൻ്റെ ഒരു അങ്കുലം പോലും നഷ്ടം വരുത്താതെയുള്ള കോപമായിരിക്കും. ഞാൻ ചോദിക്കട്ടെ, ആത്മീയ ഗുരുക്കന്മാരെ ഒരുപാട് പേരെ നമുക്കറിയാം. ആത്മീയ ഗുരുക്കന്മാരെക്കാളും നമ്മൾ കണ്ടു പരിചയിച്ചിട്ടുള്ള ഭൂമിയിൽ ജീവിച്ചിരുന്ന ആത്മീയ ഗുരുക്കന്മാരെക്കാളും ഒക്കെ ഉയർന്ന സ്ഥാനമാണല്ലോ സപ്തർഷികൾക്ക്. അവർക്ക് ദേവന്മാരുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റാണ്, ദേവന്മാർക്ക് തുല്യമാണ്. ഈ സപ്തർഷികളിൽ പ്രധാനപ്പെട്ട ഋഷിയാണ് ദുർവാസാവ്. അപ്പോൾ ഇത്രയും വലിയ സപ്തർഷിയിൽ ഒരാളായ ദുർവാസാവിൻ്റെ സ്വഭാവം എന്താ? അദ്ദേഹം സദാ കോപിഷ്ഠനാണ്, പെട്ടെന്ന് ദേഷ്യപ്പെടും, പെട്ടെന്ന് ശപിക്കും. പക്ഷേ അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് പ്രാണൻ അപജയം സംഭവിക്കുന്നില്ല. അതെന്തുകൊണ്ടാ? പ്രാണബോധത്തിലാണ്. അതുകൊണ്ടാണല്ലോ അദ്ദേഹം സപ്തർഷി എന്ന് പറയുന്ന തലത്തിലേക്ക് എത്തിയത്. അപ്പോൾ നമ്മുടെ വികാരങ്ങളെ, നമ്മൾ കടന്നു പോകുന്ന അവസ്ഥകളിൽ, നമ്മൾ ഏർപ്പെടുന്ന പ്രവൃത്തികളിൽ, നമുക്കുണ്ടാകുന്ന വികാരങ്ങളിൽ, ആ വികാരങ്ങളിലൊന്നും തന്നെ നമ്മുടെ പ്രാണനഷ്ടം കൂടാതെ ആ സിറ്റുവേഷനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയാൽ, പ്രാണന അപജയം സംഭവിക്കാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചാൽ ശരയോഗ ചാവാക്കലൈ എന്ന് പറയുന്ന തലത്തിലേക്ക് ഉയരും. ദിസ് വിൽ ബിക്കം ആൻ ഇമ്മോർട്ടൽ ടെക്നിക്. ഓക്കെ. അപ്പോൾ എനിക്കൊരു ചെറിയൊരു ചോദ്യം വന്നേ. അപ്പം അങ്ങനെയാണെങ്കിൽ സാധാരണമായിട്ട് ദേഷ്യപ്പെടുന്ന ആളുകൾ, ഇപ്പോൾ നമ്മുടെ വീട്ടിലും ചുറ്റുവട്ടത്തും ഒക്കെ ഉള്ളല്ലോ, ഭയങ്കരമായിട്ട് എന്ത് കാര്യത്തിന് അത് ശപിക്കാൻ പറ്റത്തില്ലെങ്കിലും ദേഷ്യപ്പെടുന്ന ആളുകൾ, അവർക്കൊക്കെ ലോങ് ലൈഫ് ഉണ്ടാവുന്നുണ്ടല്ലോ. ഈ ലോങ് ലൈഫ് എന്ന് പറയുന്നത്
മനസ്സിലാക്കേണ്ടത് നമ്മളോട് ഒരാൾ വന്ന് ദേഷ്യപ്പെടുന്നു. ആ ദേഷ്യപ്പെടുമ്പോഴും അവൻ്റെ പ്രാണന അപജയം സംഭവിക്കുന്നുണ്ടോ ഇല്ലയോ എന്നും കൂടി മനസ്സിലാക്കണം. നമുക്കൊരു ദുഃഖം ഉണ്ടായി, നമുക്കെന്താ സംഭവിക്കുന്നത്? പലപ്പോഴും നമ്മളൊരു വളരെ ദുഃഖകരമായ ഒരു കാഴ്ച കണ്ടു. ഫോർ എക്സാമ്പിൾ, ഞാനും അങ്ങും ഇപ്പോൾ റോഡിലൂടെ നടന്നു പോവുകയാണ്. അപ്പോൾ റോഡിലൊരു നായ വാഹനമിടിച്ച് ചത്ത് കിടക്കുന്നത് കണ്ടു. നമ്മൾ രണ്ടുപേരും കണ്ടു. നമുക്ക് രണ്ടുപേർക്കും ദുഃഖം ഉണ്ടായി. നമുക്ക് രണ്ടുപേർക്കും, എനിക്കിപ്പോൾ ഞാനിപ്പോൾ ഇതായതുകൊണ്ടാണ് നായ ചത്തു, നല്ല കാര്യം എന്ന് ഞാനും ചിന്തിക്കില്ല. എനിക്കും ദുഃഖം ഉണ്ടായി, അങ്ങേക്കും ദുഃഖം ഉണ്ടായി. പക്ഷേ എൻ്റെ ദുഃഖം എൻ്റെ പ്രാണനെ ബാധിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ സ്ഥൂല സൂക്ഷ്മത്തിന് യാതൊരു കേട് സംഭവിക്കില്ല. പക്ഷേ അങ്ങ് അതിനെ ഏറ്റെടുത്തുകൊണ്ട് മാനസിക തലത്തിൽ സ്വീകരിച്ചുകൊണ്ട് പോയിട്ട് ആ ചത്തുപോയ പട്ടിയുടെ കാര്യം ആലോചിച്ച് 3 ദിവസം ആഹാരം കഴിക്കാതിരുന്നാൽ നിങ്ങൾക്ക് പ്രാണന അപജയം സംഭവിക്കും. ഈ പറയുന്ന ഹീലിംഗിലും പലപ്പോഴും നമ്മൾ ഈ പറയുന്ന ഇമോഷണൽ ബൈയിങ് നമുക്ക് സംഭവിക്കാറുണ്ട് മാനസിക തലത്തിൽ ചെയ്യുമ്പോൾ. സോ പ്രാണബോധത്തിൽ ചെയ്യുമ്പോൾ ദെയർ വിൽ ബി നോ ഇമോഷണൽ ബൈയിങ്. നമുക്ക് അതിനെയാണ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. അതിനെയാണ് ശരിയായ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രൊട്ടക്ഷൻ കൊണ്ട് ഇത് ചെയ്യാൻ സാധ്യമാണ്. അതിലേക്ക് നമ്മൾ നയിക്കുക. നമ്മുടെ പ്രാണബോധം എന്ന് പറയുന്നത് ശുദ്ധബോധമാണ്. ദർ ഈസ് നോ റൈറ്റ് ഓർ റോങ് ദെയർ. ഇപ്പോൾ ഈ ശരനൂൽ ശാസ്ത്രം അറിയാത്ത പോകുന്ന എത്രയോ പേര് മരിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ അവർക്കൊക്കെ ഒരു അപ്ഗ്രഡേഷൻ ഉണ്ടായിരുന്നിരിക്കണ്ടേ? ഇപ്പം ഇത് അവർക്ക് ആ ഒരു അറിവുണ്ടെങ്കിൽ അപ്ഗ്രേഡ് ആയേനെ. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ ഇപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കത് കേട്ടറിവുണ്ടെങ്കിലും അവയർനെസ് ഉണ്ടെങ്കിലും ഇത് പ്രാക്ടീസ് ചെയ്യുന്നില്ല. ശരനൂൽ പ്രത്യേകിച്ച് പ്രാക്ടീസ് ചെയ്യുന്നില്ല. അപ്പം ഇപ്പം എന്നെ പോലെ നിൽക്കുന്ന ആളുകൾക്ക് ഒരു അപ്ഗ്രഡേഷൻ ഉണ്ടാവില്ലേ? മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന പ്രാണബോധത്തിലേക്ക് അല്ലെങ്കിൽ ശുദ്ധബോധത്തിൽ ജീവിക്കാൻ ശരയോഗ പഠിക്കണമെന്നൊരു നിർബന്ധമില്ല. സ്വാഭാവികമായി ഒരു പ്രാക്ടീസും ഇല്ലാതെ തന്നെ ഈ പ്രാണബോധത്തിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അവരെ നമുക്ക് കാണാൻ സാധിക്കും. അവരെ നമുക്ക് കാണാം. അവരെ ഒന്നും അഫക്റ്റ് ചെയ്യുന്നില്ല. നമ്മൾ പറയും ഇതെന്ത് മനുഷ്യരാണ്, അവരെ ഇതൊന്നും അഫക്റ്റ് ചെയ്യുന്നില്ല. നേരെ മറിച്ച് മാനസിക തലത്തിൽ നിൽക്കുന്നവർ ഈ പോകുന്ന എല്ലാത്തിനെയും ഏറ്റുപിടിച്ച് അവരെ സകല കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ അവർ കടന്നു പോകുന്ന സകല ഇൻസ്റ്റൻസിലെയും A to Z സാധനങ്ങൾ അവരെ എന്ത് ചെയ്യും? ഫിസിക്കലി മെൻ്റലി അവരെ സദാസമയവും ഈ പറയുന്ന ബുദ്ധിമുട്ടിലേക്ക് ട്രോമയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. അപ്പം ഇതല്ലേ ഞങ്ങളിപ്പം സാധാരണ ഭാഷയിൽ പറയുന്നത് ഡിറ്റാച്ച്ഡ് ആയിട്ട് നിന്ന് ചെയ്യുക കാര്യങ്ങൾ. ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ ആ വേർഡ് കുറച്ചും കൂടെ എല്ലാവർക്കും അറിയാവുന്ന ഒരു വേർഡ്. അപ്പം ഇത് തന്നെയല്ലേ അതും ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുക എന്നുള്ളതല്ലേ? തീർച്ചയായിട്ടും ഡിറ്റാച്ച്ഡ് ആകുകയാണ്. പക്ഷേ ഡിറ്റാച്ച്ഡ് ആകുന്നതിന് ശരയോഗയിൽ വളരെ വ്യക്തമായിട്ടുള്ള വ്യാഖ്യാനം, വളരെ വ്യക്തമായ വിശദീകരണം കൊടുത്തിട്ടുണ്ട്. മൂലാധാര സ്ഥാനത്ത് 3.5 ചുറ്റി കിടക്കുന്ന ദശവായുക്കളിൽ ഒന്നായ പ്രാണവായു, ആ പ്രാണവായു കുണ്ടലിനി, കുണ്ഠം അനൽനി, പിന്നെ മൂലാധാരത്തിൽ സദാ കത്തിക്കൊണ്ടിരിക്കുന്ന അഗ്നി, അത് സദാസമയവും മുകളിലേക്ക് ഉയരുകയും അത് ഈ പറയുന്ന 3 നാഡികളിലൂടെ പിംഗല സുഷുമ്നയിലൂടെ സഞ്ചരിക്കുകയും ചെയ്യും. അത് മുകളിലേക്ക് ഉയരുമ്പോൾ ഇറ്റ് വിൽ ബൈപ്പാസ് 6 ചക്രാസ്, ഷടാധാരങ്ങളെ കടന്നു പോകും. അതിനോടൊപ്പം തന്നെ അത് 3 ഗ്രന്ഥികളെ ഭേദിക്കും. അതിലൊന്നാമത്തെ ഗ്രന്ഥി എന്ന് പറയുന്നത് ബ്രഹ്മഗ്രന്ഥിയാണ്. ബ്രഹ്മഗ്രന്ഥി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് ആസക്തി. നമ്മൾ പലപ്പോഴും പ്ലഷേഴ്സ്, നമുക്ക് ഈ പറയുന്ന ഡിറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് സ്വാഭാവികമായി പ്രവേശിക്കാൻ കഴിയാതെ പലരും ലോക്കായി നിൽക്കുന്ന ഒരു തലമാണ് ആസക്തി. ഇപ്പോൾ ഒരാൾ ആസക്തി ഉണ്ടോ ഇല്ലയോ നമുക്ക് നോക്കാം. ഒരാൾക്ക് ഒരു പ്രത്യേക വസ്തുവിനോട് ആസക്തിയുണ്ട്. പക്ഷേ 2 പേരെ നമ്മൾ കമ്പയർ ചെയ്താൽ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ അവധൂതൻ എന്നുള്ള വ്യക്തിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചില പ്രത്യേക വസ്തുക്കളോട് ആസക്തിയുള്ളവരാണ്. പക്ഷേ ഡിറ്റാച്ച്ഡായ ആസക്തിയാണ് അവർ പ്രകടിപ്പിക്കുന്നത്. ഒരു സാധാരണ മനുഷ്യനാണെങ്കിലോ അവൻ്റെ ആസക്തി അറ്റാച്ച്ഡാണ്. മനസ്സിലാകുന്നുണ്ടോ? ആ ഡിറ്റാച്ച്ഡായ ആസക്തിയെ പ്രാണൻ മറികടക്കുന്നതിനാണ് ബ്രഹ്മഗ്രന്ഥി വിഭേദനം എന്ന് പറയുന്നത്. അതിൻ്റെ മുകളിൽ ഇനി അടുത്തൊരു ഗ്രന്ഥിയുണ്ട്. ആ ഗ്രന്ഥിയാണ് വിഷ്ണുഗ്രന്ഥി. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളൊരു ദുഃഖം കാണുന്ന സമയത്ത് എന്ത് ചെയ്യുന്നത്? നമ്മളതിനെ മാനസിക തലത്തിൽ എടുത്തുകൊണ്ട് പോയിട്ട് ദിവസങ്ങളോളം അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കുന്നൊരു തലം, വൈകാരിക തലം, വൈകാരികമായ ഒരു അറ്റാച്ച്മെൻറ്റ്. എൻ്റെ ഭാര്യ, എൻ്റെ കുഞ്ഞ് എന്നൊക്കെ പറയുന്ന പലരും ഓവറായിട്ട് അറ്റാച്ച്ഡായി പോകുന്നൊരു തലം. അവിടെയും അതിൻ്റെ അർത്ഥം എന്താ? ശരയോഗ പഠിക്കുന്ന അല്ലെങ്കിൽ ആത്മീയമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഭാര്യ വേണ്ട, അല്ലെങ്കിൽ ഭർത്താവ് വേണ്ട, അല്ലെങ്കിൽ കുഞ്ഞ് വേണ്ട എന്നല്ല. പക്ഷേ ആ അറ്റാച്ച്മെൻറ്റിനെ ഡിറ്റാച്ച് ചെയ്തുകൊണ്ട് തന്നെ കൈകാര്യം ചെയ്യാൻ പഠിക്കണം. ഡിറ്റാച്ച്മെൻറ്റിലൂടെ അറ്റാച്ച്മെൻറ്റിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു? ദാറ്റ് ഈസ് വിഷ്ണു ഗ്രന്ഥി വിഭേദനം. അത് കഴിഞ്ഞാൽ ഈ പറയുന്ന ഷടാധാരങ്ങളിൽ 6ാമത്തെ ആധാരവും ഭേദിച്ച് ചെല്ലുമ്പോഴാണ് രുദ്രഗ്രന്ഥിയിലേക്ക് എത്തുന്നത്. ഈ രുദ്രഗ്രന്ഥിയിലാണ്
ഈ അങ്ങ് പറഞ്ഞ ഡിറ്റാച്ച്മെൻറ്റിൻ്റെ പൂർണ്ണത, ഞാനെന്ന ഭാവം പലപ്പോഴും പലരും പരാജയപ്പെട്ടു പോകുന്നത് അവിടെയാണ്, ഞാനെന്ന ഭാവത്തിൽ. അത് രുദ്രഗ്രന്ഥി വിഭേദനത്തിലൂടെയാണ് സാധിക്കുന്നത്. അതോടുകൂടി ഞാൻ എന്ന ബോധത്തെ ജയിച്ചുകൊണ്ട് ഈ പറയുന്ന ശുദ്ധബോധത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. അപ്പോൾ ഡിറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ഫിസിക്കലി നമ്മൾ ഡിറ്റാച്ച്മെൻ്റ് എന്നൊരു വാക്ക് പറയുമ്പോഴും അതിൻ്റെ അപ്പുറത്തേക്ക് വളരെ ആഴത്തിലുള്ള അർത്ഥങ്ങൾ ഈ പറയുന്ന ശരയോഗയിൽ പറഞ്ഞിട്ടുണ്ട്. അതാണ് ബ്രഹ്മഗ്രന്ഥി, വിഷ്ണുഗ്രന്ഥി, രുദ്രഗ്രന്ഥി, വിഭേദിനി എന്ന് പറഞ്ഞതും ഈ ഷടാധാരങ്ങളെ ഉണർത്താൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡിറ്റാച്ച്മെൻറ്റിൻ്റെ ഉത്തരം അതാണ് ശരയോഗയുടെ കൺസെപ്റ്റ്.